പ്ലസ് വണ്ണിലെ മക്കൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മക്കളെ, നമ്മുടെ പരീക്ഷയുടെ രീതി ആകെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് വണ്ണിലെ പരീക്ഷയുടെ മാർക്കിംഗ് സിസ്റ്റം ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു രീതി പറയുന്നതിന് മുമ്പായിട്ട് മാർക്കിംഗ് സിസ്റ്റം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പ്ലസ് വണ്ണിൽ നമ്മൾ സാധാരണ സബ്ജക്റ്റിൽ എത്ര മാർക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്? നമുക്ക് എക്സാം എഴുതിയിട്ട് 60 മാർക്ക് നമ്മൾ വാങ്ങിക്കണം. എക്സാമിന്, പബ്ലിക് എക്സാമിന് നമുക്ക് 60 മാർക്കിനാണ് ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കുക. ഇനി 20 മാർക്ക് നമുക്ക് സിഇ മാർക്ക് ആയിരിക്കും. സോ ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്? 80 മാർക്കാണ് സബ്ജക്റ്റുകൾക്ക്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് നമുക്ക് ടോട്ടൽ 80 മാർക്ക് ആയിരിക്കും പ്ലസ് വണ്ണിൽ ഉണ്ടായിരിക്കുക. ഇനി പ്ലസ് ടുവിലെ മാർക്കിംഗ് സിസ്റ്റം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. പ്ലസ് ടുവിൽ എത്രയാണ്? 60 മാർക്ക് നമുക്ക് പബ്ലിക് എക്സാമിന് നമ്മൾ എഴുതി തന്നെ വാങ്ങിക്കണം. ദെൻ 20 മാർക്ക് നമുക്ക് സിഇ മാർക്കും 40 മാർക്ക് നമുക്ക് എത്രയാ വരുന്നത്? യെസ്, 40 മാർക്കായിട്ട് നമുക്ക് ലാബ് എക്സാം, അല്ലെ, നമുക്ക് ലാബ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ലാബിന്റെ മാർക്കാണ് നമുക്ക് 40 മാർക്ക്. സോ ടോട്ടൽ മാർക്കായിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ 120. സോ ഇൻ ടോട്ടൽ നമുക്ക് പറയാം 200 മാർക്കാണ് നമുക്ക് ടോട്ടൽ ആയിട്ട് ഫിസിക്സിൽ നിന്ന് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടോട്ടൽ ആയിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ളത് 200 മാർക്കാണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. സോ ടോട്ടൽ ആയിട്ട് 6 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ലാംഗ്വേജ് അടക്കം 6 എണ്ണം നിങ്ങൾക്ക് വരുന്നുണ്ട്. 6 വിഷയങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതിൽ ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് 1200 മാർക്കാണ്, അല്ലെ? 200 into 6 1200, 1200 മാർക്സ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടെ ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാനുണ്ടാവുക. ഇനി മക്കളെ, ഞാൻ പറയാൻ വേണ്ടി പോകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ പ്ലസ് വണ്ണില് നിങ്ങൾക്ക് 60 മാർക്ക് എഴുതി തന്നെ വാങ്ങിക്കണം, അല്ലെ? 60 മാർക്കിനാണ് പരീക്ഷ ഉണ്ടായിരിക്കുക. ഈ 60 മാർക്ക് കിട്ടാത്ത മക്കൾ എല്ലാവരും എന്താ ചെയ്യാറുള്ളത്? പ്ലസ് ടുവില് ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. നമുക്ക് എന്താണ്, മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള കുട്ടികൾക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം നടത്താറുണ്ട്, അല്ലെ? പ്ലസ് വണ്ണിലെ റിസൾട്ട് വന്നതിന് ശേഷം അങ്ങനെ ഒരു എക്സാം നടത്താറുണ്ട്. പക്ഷേ ഇനി വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന അക്കാഡമിക് ഇയറുകളിലെല്ലാം നിങ്ങളുടെ സീനിയേഴ്സിനെല്ലാം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അത് അവരുടെ പ്ലസ് ടു എക്സാമിന്റെ കൂടെയാണ്. പ്ലസ് ടു പരീക്ഷ എഴുതണം. അതേപോലെ തന്നെ പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞാൽ ആ മാർക്ക് കുറഞ്ഞ വിഷയം നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ കൂടെ നമുക്ക് എഴുതാം. സോ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ഓഗസ്റ്റില് സെപ്റ്റംബറിലൊക്കെ നടത്തുന്ന എക്സാം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇനി മുതൽ നമുക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് മുഖേനയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനി അങ്ങോട്ടേക്കുള്ള എക്സാമുകളെല്ലാം ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എക്സാം ഉണ്ടായിരിക്കില്ല. മക്കളെ, നിങ്ങൾ കേൾക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് പാസ് ആവാൻ എത്ര മാർക്കാണ് നമുക്ക് വേണ്ടത്? എടാ മോനെ, ഒരു കാര്യം ആലോചിക്കാം. 17 മാർക്ക് നിങ്ങൾ 60 വാങ്ങിച്ചു. പ്ലസ് വണ്ണിൽ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചു? 17 മാർക്ക് വാങ്ങിച്ചു. സിഇ മാർക്കായിട്ട് നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടി. പ്ലസ് ടുവിലും നിങ്ങൾ 17 മാർക്കാണ്, 60 17 മാർക്കാണ് നിങ്ങൾ വാങ്ങിയത്. 20 മാർക്ക് നിങ്ങൾക്ക് സിഇ കിട്ടി, 40 മാർക്ക് നിങ്ങൾക്ക് ലാബ് കിട്ടി. സോ മക്കളെ, നമുക്ക് ടോട്ടൽ എത്രയാണ്? 114 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. എത്രയാണ്? 114 മാർക്ക്. ഇത് എ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മാർക്കാണ്. ഇനി ബി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മാർക്ക് സർ എഴുതാൻ വേണ്ടി പോവാണ്. പരീക്ഷ എഴുതിയിട്ട് കുട്ടിക്ക് 18 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. പ്ലസ് ടുവിലും കുട്ടിക്ക് 18 മാർക്ക് പരീക്ഷ എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ട്. 19 മാർക്കാണ് കുട്ടിക്ക് സിഇ മാർക്കായിട്ട് പ്ലസ് വണ്ണിലും, 19 മാർക്കാണ് പ്ലസ് ടുവിലും സിഇ മാർക്കായിട്ട് കിട്ടിയത്. ലാബ് എക്സാമിന്റെ മാർക്ക് 40. സോ ടോട്ടൽ എത്ര മാർക്കാണ്? 114 മാർക്ക്, അല്ലെ? ഈ എ എന്ന് പറയുന്ന കുട്ടിക്ക് 114 മാർക്ക് ഉണ്ട്, ബി എന്ന് പറയുന്ന കുട്ടിക്കും 114 മാർക്ക് ഉണ്ട്. പക്ഷേ ഇതിൽ എ എന്ന് പറയുന്ന കുട്ടി എന്താണ്? ഫെയിലാണ്. ബി എന്ന് പറയുന്ന കുട്ടി എന്താണ്? പാസ്സാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിനകത്തുണ്ട്. എന്താണ്? നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ടോട്ടൽ നമുക്ക് 36 മാർക്ക് വേണം, ഇറസ്പെക്റ്റീവ് ഓഫ് ഇന്റേണൽ മാർക്ക്. ഇന്റേണൽ മാർക്ക് കൂട്ടാതെ നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് വേണം? യെസ്, 36 മാർക്ക് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്ലസ് ടുവിൽ പാസ് ആവുള്ളൂ. സോ പ്ലസ് ടുവിൽ നമുക്ക് ജസ്റ്റ് പാസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് 36 മാർക്ക്. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, എന്താണ് ഡബിൾ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡബിൾ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, പ്ലസ് വണ്ണിൽ തന്നെ മക്കൾ എത്ര മാർക്ക് വാങ്ങുക? 36 മാർക്ക് 60 എഴുതി വാങ്ങിക്കുക. 60 മാർക്ക് പരീക്ഷയിൽ 36 മാർക്ക് നിങ്ങൾ എഴുതി തന്നെ വാങ്ങിയാൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾ എന്തായി? പാസ് ആയിട്ടുണ്ട്. സോ മക്കൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണം. നമുക്ക് എന്ത് ചെയ്യണം? ഒരു മാർക്ക് പോലും കുറയാൻ പാടില്ല. കൃത്യമായിട്ടൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് എന്താക്കിയിട്ടുള്ളത് ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാതെ നമ്മുടെ പബ്ലിക് എക്സാമിൽ തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ എഴുതുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് കാണാം.